ഞാൻ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ത്യയുടെ മേധാവി അവിടെയും നിശബ്ദനാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഇന്ത്യയോട് പ്രത്യേകം നന്ദി പറഞ്ഞ് ഇറാൻ പ്രത്യേക പ്രസ്താവന ഇറക്കിയപ്പോൾ മോദി എന്ന മനുഷ്യന്റെ നയതന്ത്രം എത്രത്തോളം പവർഫുൾ ആണ് എന്ന് ഒരിക്കൽ കൂടി രാജ്യം മനസ്സിലാക്കുന്നു. ഡൽഹിയിലെ ഇറാൻ എംബസിയാണ് പ്രത്യേക പ്രസ്താവന ഇറക്കിയത്. ഈ ഭീകരമായ ആക്രമണത്തെ നേരിടുന്നതിൽ ഇറാനിലെ ജനങ്ങളുടെ ശക്തമായ നിലപാട് അവരുടെ മാതൃരാജ്യത്തെയും രാജ്യത്തിന്റെ അന്തസ്സിനെയും സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ മനോഭാവത്തെ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും മാനുഷിക മൂല്യങ്ങളുടെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങളുടെയും ഗുരുതരമായ ലംഘനത്തിനെതിരായ പ്രതിരോധത്തെയും കാണിക്കുന്നു. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ ജനങ്ങളും സ്ഥാപനങ്ങളും കാണിക്കുന്ന യഥാർത്ഥവും വിലമതിക്കാനാവാത്തതുമായ പിന്തുണയെ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഈ ഐക്യദാർഢ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക, നാഗരിക, മാനുഷിക ബന്ധങ്ങളിൽ വേരൂന്നിയതാണ്. ഇത് സമാധാനം, സ്ഥിരത, ആഗോള നീതി എന്നിവയെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നാണ് പ്രസ്താവന. ജയ് ഇറാൻ, ജയ് ഹിന്ദ് ഈ വിളികളോടെയാണ് പ്രസ്താവന അവസാനിക്കുന്നത്. ഇന്ത്യ വാദിക്കുന്ന സമാധാനത്തിന്റെയും സംഭാഷണത്തിന്റെയും പാത പിന്തുടർന്നുകൊണ്ടാണ് ഈ വെടിനിർത്തൽ സാധ്യമായത്. വെടിനിർത്തൽ കൊണ്ടുവന്നതിന് പ്രസിഡന്റ് ട്രംപ് എത്ര തന്നെ അംഗീകാരം നേടിയാലും നേടിക്കൊള്ളട്ടെ, പക്ഷെ അതിൽ ഇന്ത്യയുടെ പങ്കുണ്ട് എന്നത് ഒരിക്കലും നമുക്ക് തടസ്സപ്പെടുത്താനാവില്ല, അല്ലെങ്കിൽ നിഷേധിക്കാനാവില്ല എന്നത് തന്നെയാണ് ഈ ഒരു പ്രസ്താവന കൊണ്ട് ഇറാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനോടൊപ്പം ഉറച്ചു നിന്നതിന് പൗരന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ, പാർലമെന്റ് അംഗങ്ങൾ, NGO-കൾ, മത ആത്മീയ നേതാക്കൾ, അക്കാദമിക് വിദഗ്ധർ, മാധ്യമപ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ ഇവരുൾപ്പെടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സ്നേഹികളായ ജനങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് ഇറാൻ എംബസി ഔദ്യോഗിക കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇറാനോടൊപ്പം ഉറച്ചുനിന്ന എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നന്ദി എന്നും ഇറാൻ എംബസി വ്യക്തമാക്കി. സൈനിക സംഘർഷത്തിന്റെ കാലഘട്ടത്തിൽ ഇറാനിയൻ ജനതയ്ക്ക് ശക്തമായ പ്രോത്സാഹന സ്രോതസ്സായി ഐക്യദാർഢ്യം, ധാർമ്മിക പിന്തുണ, പൊതുപ്രസ്താവനകൾ, സമാധാനാധിഷ്ഠിത ഒത്തുചേരലുകൾ എന്നിവയുടെ സന്ദേശങ്ങൾ ഇന്ത്യയിൽ നിന്നും ഉണ്ടായതായും ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാന് ഇന്ത്യ നൽകിയ പിന്തുണ മനസ്സാക്ഷിയെയും നീതിയോടും അന്താരാഷ്ട്ര നിയമതത്വങ്ങളോടുമുള്ള അവരുടെ പ്രതിബദ്ധതയും വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നും ഇറാൻ എംബസി സൂചിപ്പിച്ചു. ലോകത്ത് 76% അംഗീകരിക്കുന്ന ഒരു നേതൃത്വം, നരേന്ദ്രമോദിയുടെ നേതൃത്വം, അത് നമുക്ക് സ്വന്തം. നമുക്ക് അഭിമാനിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചോർത്ത്. ഭാരതത്തെ മാത്രമല്ല ഈ ലോകത്തെയും തന്റെ ഒപ്പം നിർത്താൻ നരേന്ദ്രമോദി എന്ന നേതാവിന് കഴിയുമെന്നുള്ള ഉറപ്പുകൂടിയാവുകയാണ് ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിന്റെ വാക്കുകൾ. നരേന്ദ്രമോദി ഭാരതത്തെ നയിക്കുന്നത് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഒരു കാലത്ത് ചരിത്രത്തിൽ നവീന ഇന്ത്യ എന്ന വാക്കിന് സമം ചേർക്കാൻ പോകുന്ന പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നായിരിക്കും. ഭാരതത്തെ താങ്ങാൻ പർവ്വതം പോലെ നിലനിൽക്കുന്ന നരേന്ദ്രമോദിക്ക് കാവലാകാൻ കൊടുങ്കാറ്റുപോലെ ഭാരത സമൂഹം കൂടെ ഉണ്ട് എന്നത് നിഷേധിക്കരുത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുതൽ പലരും മോദി എന്ന മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങി. അതിനുശേഷം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയപ്പോഴും കുപ്രചരണങ്ങൾ വഴി ഈ മനുഷ്യനെ തളർത്താൻ നോക്കി. പക്ഷെ പിന്നീട് നാം കണ്ടതോ ലോക രാഷ്ട്രങ്ങൾ വരെ മോദിജിയെ പുകഴ്ത്താൻ തുടങ്ങിയതാണ്. മുസ്ലിം രാഷ്ട്രങ്ങളുടെ പരമോന്നത ബഹുമതി പോലും മോദിയെ തേടിയെത്തി. എന്തായാലും കൈക്കോട്ടിനെ കൈക്കോട്ട് എന്ന് വിളിക്കുന്ന നേതാവാണ് മോദി. അതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം ശത്രുക്കളെയും സൃഷ്ടിക്കുന്നത്. തീവ്രവാദത്തിന് എതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ പേരിലാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെ അദ്ദേഹത്തിന് കർശന നിലപാടെടുക്കേണ്ടി വന്നത്. നയതന്ത്രം ഉപയോഗിക്കുന്നു എങ്കിലും എല്ലാവരുടെയും ദേഹാംക്ഷിച്ചു നിൽക്കുന്ന ഒരു ചേരിചേരാ നയമല്ല മോദിയുടേത്. അതിനാലാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന് മുള്ളുകളിലൂടെ പലപ്പോഴും നടക്കേണ്ടി വരുന്നത്. തീവ്രവാദികളെ പരിശീലിപ്പിച്ച് കാശ്മീരിലേക്ക് അയക്കുന്ന പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ 1-ലും 2-ലും ഇന്ത്യ കനത്ത തോൽവിയാണ് നൽകിയത്. പക്ഷെ അത് അത്രയ്ക്ക് മുറിവുകളും അവരുടെ മനസ്സിൽ ഉണർത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ മാത്രമല്ല, ചൈനയും തുർക്കിയും ഈ പരാജയത്തിന്റെ കയ്പ് നുണഞ്ഞവർ തന്നെയാണ്. അതേ നിലപാടുകൾ ശക്തമാകുമ്പോൾ ചിലപ്പോൾ രാജ്യം ചില ത്യാഗങ്ങളും സഹിക്കേണ്ടതായി വരും. ഈ നടത്തം ഇന്ത്യയെ ശക്തവും കെട്ടുറപ്പുള്ള നാളത്തെ രാഷ്ട്രമാക്കി മാറ്റുമെന്നും ഉറപ്പ്. അതാണ് മോദിയുടെ പാത. പൊളിറ്റിക്കലി കറക്റ്റ് എന്ന സൂത്രങ്ങൾ നിറഞ്ഞ നിലപാടുകളല്ല, പൊളിറ്റിക്കലി റൈറ്റായ തുറന്ന നിലപാടാണ് മോദിയുടേത്. അതിനൊപ്പം നിൽക്കുമ്പോൾ നമ്മളും ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷേ അത് കരുത്തുറ്റ ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്ര നിർമ്മിതിക്കാണ് എന്ന് മാത്രം കരുതേണ്ടി വരുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായ ശക്തമായ നിലപാടുകളിൽ ഒരുപക്ഷെ മോദിക്ക് തുണയാവുക യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലും US-ഉം തന്നെയായിരിക്കും. ഇസ്രയേൽ ഇപ്പോൾ വലിയൊരു യുദ്ധത്തിന്റെ നടുവിലാണ്. അതിനാൽ തൽക്കാലം അവിടെ നിന്നുള്ള സഹായങ്ങൾക്ക് പരിമിതി ഉണ്ടാകും. എങ്കിലും മോദിയുടെ അസാധാരണ യാത്ര കരുത്തുറ്റ ഒരു ഭാരതത്തെ ഭാവിയിൽ കരുപ്പിടിപ്പിക്കും എന്നത് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.